നമസ്കാരം. ബോളിവുഡിലെ സൂപ്പർ താര കുടുംബമാണ് ബച്ചൻ കുടുംബം. അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ഇന്ത്യൻ സിനിമയിലെ ഐക്കണുകളാണ്. മകൻ അഭിഷേക് ബച്ചൻ ബോളിവുഡിലെ മുൻനിര താരം. മരുമകൾ ഐശ്വര്യ റായി ആകട്ടെ ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും വലിയ നായികയും. അതേസമയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബച്ചൻ കുടുംബം വാർത്തകൾ ഇടം നേടുന്നത് ഐശ്വര്യ അഭിഷേക് ദാമ്പത്യത്തിന്റെ പേരിൽ തന്നെയാണ്. ഐശ്വര്യ റായി ബച്ചനും അഭിഷേക് ബച്ചനും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ബോളിവുഡ് താരദമ്പതികളുടെ പട്ടികയിൽ മുന്നിലാണുള്ളത്. ഏതാണ്ട് 2 വർഷത്തിലേറെ നീണ്ടുനിന്ന പ്രണയത്തിനു ശേഷം 2007 താരങ്ങൾ വിവാഹിതരായത്. സൽമാൻ ഖാനും വിവേക് ഒബ്രോയുമായുള്ള ബന്ധങ്ങൾ തകർന്നു നിന്നിരുന്ന ഐശ്വര്യയും കരിഷ്മ കപൂറുമായുള്ള വിവാഹം മുടങ്ങിയ നിരാശയിലായിരുന്ന അഭിഷേക് ബച്ചനും ആദ്യം സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദമാണ് പ്രണയമായി വളർന്നത്. 2000 ദായി അക്ഷർ പ്രേം കെ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായിയും ആദ്യമായി കണ്ടുമുട്ടിയത്. പ്രണയം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടില്ലെങ്കിലും വർഷങ്ങൾ കഴിയും തോറും അവർ ഒരു ഊഷ്മള സൗഹൃദം വളർത്തിയെടുത്തു. 2000 തുടക്കത്തിൽ കുച്ച്ന കഹോ എന്ന സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവരുടെ പ്രൊഫഷണൽ പാതകൾ വീണ്ടും കണ്ടുമുട്ടിയത്. അവർ ഊഷ്മളമായ ബന്ധം പങ്കിട്ടെങ്കിലും ഈ വർഷങ്ങളെല്ലാം അവരുടെ സൗഹൃദം കൂടുകയായിരുന്നു. എന്നാൽ 2006 ഉംറാവു ജാൻ, ധൂം 2 എന്നീ സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലായി. പക്ഷേ പിന്നീട് മണിരത്നം സംവിധാനം ചെയ്ത ഗുരു എന്ന ചിത്രത്തിലെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള പ്രണയം തുടങ്ങിയത്. ചിത്രത്തിൽ ധീരുഭായ് അംബാനിയുടെ വേഷത്തിൽ അഭിഷേകും ഭാര്യ ഗോകുല ബെന്നിന്റെ റോളിൽ ഐശ്വര്യയും അഭിനയിച്ചപ്പോൾ ഇരുവരും ഒന്നിച്ചൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. സുഹൃത്തുക്കളും മണിയറ പ്രവർത്തകരും അവരുടെ വളർന്നു വരുന്ന അടുപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങി. 2007 തുടക്കത്തിൽ ഗുരു പ്രദർശനത്തിനെത്തിയപ്പോഴേക്കും ദമ്പതികൾ നിശബ്ദമായി ഡേറ്റിംഗ് ആരംഭിച്ചിരുന്നു. 2007 ന്യൂയോർക്കിൽ ഗുരുവിന്റെ പ്രൊമോഷൻ വേളയിൽ അഭിഷേക് തന്റെ ഹോട്ടൽ മുറിയുടെ ബാൽക്കണിയിൽ ഐശ്വര്യയോട് വിവാഹാഭ്യർത്ഥന നടത്തി. ഒരിക്കൽ അയാൾ ഒറ്റയ്ക്ക് നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഒരു ദിവസം ഐശ്വര്യയുമായി ആ കാഴ്ച കാണുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നടൻ സങ്കല്പിച്ചു. അയാൾ അവരോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ നിമിഷം യാഥാർത്ഥ്യമായി. ഐശ്വര്യ യെസ് പറഞ്ഞു. ഐശ്വര്യ ഈ തീരുമാനത്തിൽ സന്തുഷ്ടയാണോ എന്ന് അഭിഷേകിന്റെ അച്ഛനും മെഗാസ്റ്റാറുമായ അമിതാഭ് ബച്ചൻ പിന്നീട് അവരോട് ചോദിച്ചിരുന്നു. അതിനുശേഷം ഇത് ഇനി നിങ്ങളുടെ വീടാണ്, അതിനിടയിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ അവരുടെ സ്ഥാനം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അഭിഷേകും ഐശ്വര്യയും തങ്ങളുടെ വിവാഹമോചന വാർത്തകളും മറ്റ് അഭ്യൂഹങ്ങളും നേരിടാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇത്തരം വാർത്തകൾ തങ്ങളെയും കുടുംബത്തെയും ഇത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അഭിഷേക് തുറന്നു പറഞ്ഞിരുന്നു. ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്റെ സ്ഥാനത്തല്ല, എന്റെ ജീവിതം ജീവിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു. മുൻപ് തന്നെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ അവഗണിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുടുംബത്തെക്കുറിച്ച് ഇത്തരം വാർത്തകൾ വരുമ്പോൾ അത് കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഐശ്വര്യയ്ക്കും അഭിഷേകിനും ഇടയിൽ പ്രശ്നങ്ങളുണ്ടെന്നും നടന്റെ അമ്മ ജയാ ബച്ചനും മൂത്ത സഹോദരി ശ്വേതാ ബച്ചൻ നന്ദയും മരുമകളായ ഐശ്വര്യയുമായി അകൽച്ചയിലാണെന്നും സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതിനിടെ കരൺ ജോഹറിന്റെ പ്രശസ്തമായ കോഫി വിത്ത് കരൺ എന്ന ഷോയിൽ അഭിഷേകും ഐശ്വര്യയും എപ്പിസോഡിൽ നിന്നുമുള്ള ഒരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ പങ്കെടുത്ത ഷോ ആയിരുന്നു അത്. ബോളിവുഡ് താരങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ചോദ്യങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുന്നതിൽ കഴിവുള്ള കരൺ ജോഹർ അഭിഷേകിനോട് ഒരു ചോദ്യം ചോദിച്ചു. തന്റെ ജീവിതത്തിലെ 3 പ്രധാന സ്ത്രീകളായ അമ്മ ജയാ ബച്ചൻ, സഹോദരി ശ്വേതാ ബച്ചൻ, ഭാര്യ ഐശ്വര്യ റായ് ബച്ചൻ എന്നിവർക്കിടയിൽ എപ്പോഴെങ്കിലും പെട്ടുപോയി എന്ന് തോന്നിയിട്ടുണ്ടോ? ഇവരുടെ പ്രശ്നങ്ങളിൽ പക്ഷം പിടിക്കാനാവാതെ വിഷമിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. കരൺ ചോദിച്ചു, അഭിഷേക്, നിങ്ങളുടെ ജീവിതത്തിലെ ഈ 3 സ്ത്രീകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു വിഷമഘട്ടം ഉണ്ടായിട്ടുണ്ടോ? കാരണം നിങ്ങൾ നിങ്ങളുടെ അമ്മ ജയ ആന്റിയുടെയും എല്ലാമാണ്. സഹോദരി ശ്വേതയുമായും ഗാഢമായ അടുപ്പം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീ കൂടി വന്നിരിക്കുന്നു. ഇവരെ 3 പേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പ്രയാസം തോന്നിയിട്ടുണ്ടോ? ഈ ചോദ്യം കേട്ട ഐശ്വര്യ ഉടൻ തന്നെ തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു. ഭാര്യയെ മറ്റൊരു സ്ത്രീ എന്ന് വിളിക്കാൻ ജീവിതത്തിൽ പറ്റുന്ന ഒരേ ഒരു സന്ദർഭം ഇതായിരിക്കുമെന്നാണ് പ്രശസ്ത നടി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ അഭിഷേക് ബച്ചൻ വളരെ രസകരമായിട്ടാണ് ഈ ചോദ്യത്തിന് മറുപടി നൽകിയത്. ഇതിന്റെ എല്ലാം മുഴുവൻ പ്രശംസയും തന്റെ ജീവിതത്തിലെ ആ 3 സ്ത്രീകൾക്കും അവകാശപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഐശ്വര്യയും ജയയും തമ്മിലുള്ള നല്ല ബന്ധത്തെക്കുറിച്ച് അഭിഷേക് കൂട്ടിച്ചേർത്തു. എനിക്ക് തോന്നുന്നത് ഇതിന്റെ മുഴുവൻ പ്രശംസയും ഇവർക്ക് 3 പേർക്കുമാണ് നൽകേണ്ടതെന്നാണ്. എനിക്കിതിൽ വലിയ പങ്കൊന്നുമില്ല. അമ്മയും ഐശ്വര്യയും വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷത്തിന് കാരണം. അവർ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കും. ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് ആദ്യമായി വരുമ്പോൾ സ്വാഭാവികമായും അവൾക്ക് ഒരു വല്ലാത്ത അപരിചിതത്വം തോന്നും. അത് മാറാൻ സമയവും എടുക്കും. ആ ഒരു കുറവ് നികത്താൻ ശരിക്കും കഴിയുന്ന ഒരേ ഒരാൾ ഭർത്തൃമാതാവാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്തിടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ തള്ളി അഭിഷേക് ബച്ചനും രംഗത്തെത്തിയിരുന്നു. തന്റെ ഭാര്യ ഐശ്വര്യ റായ് വീടിനകത്തേക്ക് ഇത്തരം വാർത്തകൾ കയറ്റാനോ അത് കുടുംബത്തിനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാനോ സമ്മതിക്കുന്ന വ്യക്തിയല്ല എന്നാണ് നടൻ പറഞ്ഞത്. ഇത്തരം കിംവദന്തികൾ തങ്ങളുടെ കുടുംബത്തിൽ ആരും കാര്യമാക്കാറില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതേസമയം തന്നെ എപ്പോഴും ഐശ്വര്യയെ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് അഭിഷേക് ബച്ചൻ സംസാരിച്ചിട്ടുള്ളത്. അമിതാഭ് ബച്ചൻ നേരത്തെ മറ്റൊരു രീതിയിൽ സംസാരിച്ചപ്പോൾ പോലും അഭിഷേകാണ് ഐശ്വര്യയെ പ്രശംസിച്ച് സംസാരിച്ചത്.
ഐശ്വര്യ ബോളിവുഡിൽ മാത്രമല്ല ഹോളിവുഡിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ബ്രൈഡ് ആൻഡ് പ്രജുഡീസ് എന്ന സിനിമയിലൂടെയാണ് ഐശ്വര്യ ഹോളിവുഡിലെത്തിയത്. 2004 പുറത്തിറങ്ങിയ ഈ സിനിമ ബ്രൈഡ് ആൻഡ് പ്രജുഡീസ് എന്ന പ്രശസ്തമായ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഐശ്വര്യയുടെ ഹോളിവുഡ് അരങ്ങേറ്റം ബോളിവുഡിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അമിതാഭ് ബച്ചൻ പോലും ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. 2004 കരൺ ജോഹറിന്റെ കോഫി വിത്ത് കരൺ എന്ന പരിപാടിയിൽ ഐശ്വര്യ അതിഥിയായി എത്തി. ഐശ്വര്യ റായിയുടെ ഹോളിവുഡ് പ്രവേശനത്തെക്കുറിച്ച് മറ്റ് നടന്മാർ സംസാരിക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം കാണിച്ചു. എന്നാൽ ഐശ്വര്യ ഹോളിവുഡിൽ വിജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് താരത്തിന്റെ ഭർത്തൃപിതാവായി തീർന്ന അമിതാഭ് ബച്ചൻ പറഞ്ഞത് അവർ കുറച്ചൊക്കെ മുന്നോട്ട് പോകും, പക്ഷെ ചില തടസ്സങ്ങൾ ഉണ്ടാകാം എന്നാണ്. താരത്തിന്റെ വിജയസാധ്യതയെക്കുറിച്ച് ബിഗ് ബിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഐശ്വര്യ വിവാഹം ചെയ്ത അമിതാഭിന്റെ മകനും പ്രശസ്ത നടനുമായ അഭിഷേക് ബച്ചൻ അന്ന് തന്റെ അച്ഛന്റെ വാക്കുകളോട് യോജിച്ചിരുന്നില്ല. ഐശ്വര്യ റായിക്ക് നല്ല കഴിവുണ്ട്, അവർ ഒരു മികച്ച പ്രൊഫഷണലാണ്, കൂടെ ജോലി ചെയ്യാൻ നല്ല ആളുമാണ് എന്നാണ് അഭിഷേക് അന്ന് പറഞ്ഞത്. അന്ന് അഭിഷേകും ഐശ്വര്യയും വിവാഹിതരായിരുന്നില്ല. പക്ഷേ മുൻ ലോകസുന്ദരിയുടെ കഴിവും സൗന്ദര്യവും വെച്ച് അവർ ഹോളിവുഡിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകുമെന്നും വലിയ ഉയരങ്ങൾ കീഴടക്കുമെന്നുമാണ് താൻ ഉറച്ചു വിശ്വസിക്കുന്നതെന്ന് അഭിഷേക് അന്ന് പറഞ്ഞിരുന്നു. ഈ വീഡിയോ ഇന്ന് റെഡിറ്റിൽ വീണ്ടും ചർച്ചയാണ്. അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും മാത്രമല്ല മറ്റു പല പ്രമുഖ ബോളിവുഡ് താരങ്ങളും അന്ന് ആ വീഡിയോയിൽ ഐശ്വര്യയുടെ ഹോളിവുഡ് അരങ്ങേറ്റത്തെക്കുറിച്ച് തങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിരുന്നു. ഐശ്വര്യ വിജയിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എൻ്റെ ആദ്യത്തെ ജോലി അവളോടൊപ്പമായിരുന്നു. അതിനാൽ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഷബാന ആസ്തി പറഞ്ഞത്. ഐശ്വര്യയ്ക്ക് വേണ്ട എല്ലാ കഴിവുകളുമുണ്ട്, പക്ഷേ അവിടെ പോകണോ അതോ ഇവിടെ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്. അവൾക്ക് അതിനുള്ള കഴിവുണ്ട്, സുസ്മിത സെൻ പറഞ്ഞു. ബോളിവുഡിനെ ഹോളിവുഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളായിട്ടാണ് ഐശ്വര്യ റായിയെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് അവർ വിജയിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതാണ് പിപാഷ ബാസു പറഞ്ഞത്. ഐശ്വര്യ ഇതിനകം അതിലേക്ക് ഒരു ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ബോളിവുഡിലെ കഴിവുള്ള ഒരു നടനും ഇതുവരെ അത് ചെയ്തിട്ടില്ല. എന്നാൽ സഞ്ജയ് ദത്തിന് സംശയമുണ്ടായിരുന്നു. അവൾ വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സണ്ണി ഡിയോളും എനിക്കറിയില്ല എന്ന് പറഞ്ഞു.